ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, നമുക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ മേറാജിൻ്റെ നോമ്പൊക്കെ ആയിട്ട് എല്ലാവരും നോമ്പൊക്കെ നോറ്റ് അൽഹംദുലില്ലാ റാഹത്തായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. ഇനി നമുക്ക് റമദാനിലേക്കുള്ള ഒരു കാത്തിരിപ്പാണല്ലേ. അപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ മക്കൾസിന് മദ്രസ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് മദ്രസ ഉണ്ടായിരുന്നു. അപ്പോൾ കാലത്ത് മക്കൾസിന് മദ്രസയിൽ കൊണ്ടുവിട്ടിട്ട് വരുന്ന വഴി കേട്ടോ. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്. നടക്കുന്ന വഴി നമ്മുടെ ഈ ഒരു കുളവും പാടവും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. കാരണം നല്ലൊരു ഭംഗിയാണ്, നല്ലൊരു വ്യൂ ആട്ടോ. രാവിലെ തന്നെ മഞ്ഞും നല്ലൊരു തണുപ്പും എല്ലാം ആയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നെൽപ്പാടങ്ങളൊക്കെ ഇതാ കൊഴിയാനായിട്ടുണ്ട്. ഇനിയൊരു 2-3 ദിവസം കഴിഞ്ഞാൽ ബംഗാളികൾ വന്നിട്ട് മിഷീനിൽ വെച്ചിട്ട് കൊയ്യാട്ടോ ചെയ്യാറ്. പണ്ട് ഞങ്ങളുടെ വല്യന്മാരൊക്കെ വന്നിട്ട് ഇവിടെ കൊയ്യാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആർക്കും വെയ്യേനും ആരും കൊയ്യാനും കിട്ടുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാല് നിൽക്കുന്ന ഒരു കാക്കുണ്ട്. ഇപ്പോൾ പാലുകാരൻ്റെ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തൊട്ടടുത്ത വീട്ടിലെ അഗ്ലോണിമ ചെടികളാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് അവരുടെ വീട്ടിൽ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെന്ന് സബ് ചെയ്യുക. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ പറഞ്ഞാൽ മിനിയാന്ന് കേട്ടോ. ഇന്നലെ മെഹ്റാജ് നോമ്പായിട്ട് കല്യാണമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോയ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. നല്ല ചിക്കൻ ബിരിയാണിയും നല്ല മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല, കാരണം നല്ല തിരക്കിലാവുമല്ലോ. ഫുഡൊന്ന് കിട്ടിയാൽ മതി എന്നുള്ള അതിലായിരിക്കും കേട്ടോ. എന്നിട്ട് വേണം പിന്നെ ബാക്കിയുള്ള കാര്യം നോക്കിയിട്ട്. അങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ ഇപ്പോൾ കല്യാണം എന്ന് പറഞ്ഞാൽ ചെക്കൻ്റെ വീട്ടിലും പെണ്ണിൻ്റെ വീട്ടിലും കല്യാണം ഒരു ദിവസമായിട്ട് പിന്നെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോകട്ടെ ചെയ്യുന്നത്. ആദ്യത്തെ പോലെ തേടിക്കൊണ്ടേരി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പണ്ടൊക്കെ. ഇപ്പോൾ അതൊക്കെ മാറി, ട്രെൻഡിങ് കല്യാണമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ നല്ല പാട്ടും ഡാൻസും കളികളൊക്കെ ഉണ്ടായിരുന്നു. ചെക്കൻ്റെ കല്യാണം കേട്ടോ. അപ്പോൾ ഇവരെന്തായാലും പെണ്ണിനെ കൊടുന്നിട്ടില്ല, നിക്കാഹൊക്കെ കഴിച്ചിട്ടിട്ടുള്ളൂ. അപ്പോൾ തനി നാടൻ കല്യാണം പോലെ തന്നെ കേട്ടോ. സ്റ്റേജും അലങ്കാരവും ആർഭാടൊക്കെ ഉണ്ടെങ്കിലും കൂടി ആ ഒരു കല്യാണത്തിന് മാറ്റം വരുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള പുതിയണ്ണില്ലെങ്കിലും ചെക്കനൊരു പാവപ്പെട്ട നല്ല സുന്ദരനായ ചെക്കൻ കേട്ടോ. കാരണം അവനക്ക് വലിയ ജാടിയും കാര്യങ്ങളൊന്നും കണ്ടില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരിത് തോന്നിയത്. കാരണം അവൻ ഡ്രസ്സിങ് കണ്ടാലറിയാലോ. അപ്പോൾ കണ്ടില്ലേ, ഞങ്ങളിവിടെ അങ്ങനെയൊന്നും ഇപ്പോൾ കല്യാണങ്ങളില്ല കേട്ടോ. എല്ലാം നല്ല അടിപൊളി കല്യാണങ്ങളൊക്കെയാണ്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു. നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് വരുന്ന വഴി കേട്ടോ. പിന്നെ ഞങ്ങൾ ഓട്ടോയിലാണ് പോയത്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. കുറച്ചാണ്ട് പോകണം ഓട്ടോ വിളിച്ചിട്ടാ. അപ്പോൾ നമ്മളിതാ അത് കഴിഞ്ഞ് വന്നിട്ട് നല്ലൊരു പപ്പായ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസൊക്കെ അടിക്കാൻ വേണ്ടി നിൽക്കുന്നു കേട്ടോ. അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ ഇന്നത്തെ വിശേഷം കാണിക്കുന്നത് പിന്നെ നമ്മളെ മെഹ്റാജ് നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം എടുത്തിട്ടൊന്നുമില്ല. നമ്മളെ വീട്ടിൽ സൗകര്യങ്ങൾ കുറവുള്ള കാരണം നമ്മൾ പത്തിരിയും പിന്നെ നല്ല പുട്ടും പിന്നെ ചിക്കൻ കറിയും ചിക്കൻ വറുത്തമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്ലാസ് ജ്യൂസും ഉണ്ടാക്കി. ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ട് ഞങ്ങൾ 3 പേരും കുടിച്ചു. അൽഹംദുലില്ലാ റാഹത്തായിട്ടോ. അപ്പോൾ മക്കൾസ് എടുത്ത വീഡിയോസൊക്കെയാണ്. അപ്പോൾ ഇളകിയിട്ടും മറിഞ്ഞിട്ടും തിരിഞ്ഞിട്ടൊക്കെ ആയിരിക്കട്ടെ. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. പിന്നെ നല്ല കൊതുകുണ്ട് കേട്ടോ ഇവിടെ. വൈകിട്ടായി നല്ല കൊതുകാണ്. അപ്പോൾ കൊതുകിന് ഞങ്ങൾ ചീമക്കൊന്നൻ്റെ ഇലയൊക്കെ കൊടുന്ന് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതാ അകത്ത് വന്നിരുന്നിട്ടാട്ടോ കഴിക്കുന്നത്. കാരണം ടേബിളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ നിലത്തിരുന്നിട്ട് കഴിക്കുന്നതും അതിന് വേറെ സുഖമല്ലേ, വേറെ ലെവൽ തന്നെ. അപ്പോൾ നമുക്കിത് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് തരിക്കഞ്ഞും പിന്നെ ഫ്രൂട്ട്സൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സുന്നത്ത് നോമ്പല്ലേ, അങ്ങനെ ഇനി നോമ്പൊക്കെ വരാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഓരോന്നായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകും. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. എല്ലാ ആഗ്രഹങ്ങളും എല്ലാ മുറാദുകളും എല്ലാം ഹാസിലാവാൻ വേണ്ടിയിട്ടും എല്ലാവരുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ടും എല്ലാം വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മക്കൾസ് പറയുകയാണ് ഉമ്മച്ചിൻ്റെ ഫുഡൊക്കെ അടിപൊളിയാണ്, സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇതിലാണ് കേട്ടോ അവർ. അപ്പോൾ ഓരോന്ന് പറഞ്ഞ് കൂട്ടുന്നുണ്ട്. അപ്പോൾ ഞാനത് നോട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞങ്ങളകത്ത് വന്നിരുന്ന് കഴിച്ച് നല്ല കൊതുകിൻ്റെ ശല്യം ഈ ഒരു ഫാൻ ഇട്ടാൻ പോകുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ ചായ കുടിച്ചു. അൽഹംദുലില്ലാ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത, ലൈക്ക് ചെയ്ത, കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. വാച്ച് അവറൊക്കെ വളരെ കുറഞ്ഞു പോയി. ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എങ്കിലും വീഡിയോ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഇടാം. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.